അപ്പോൾ നമ്മുടെ 5th ചാപ്റ്റർ തുടങ്ങുകയാണ് ഡയഗണലി. ഹാരി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് പറയുകയാണ്, സ്വയം പറയുക ഹാരി, ഇതൊക്കെ സ്വപ്നമാണ് ഹാരി, ഇതൊന്നും വിശ്വസിക്കണ്ട, ഇതൊക്കെ സ്വപ്നമാണെന്ന് ഹാരി സ്വയം പറയുക. അപ്പോഴേക്കും പെറ്റൂണിയ വന്ന് എണീക്ക് എന്ന് പറയുക ഹാരിയോട്. ഹാരി ഇതാ വരണു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ സോഫയിൽ ഇപ്പോഴും ഹാഗ്രിഡ് കിടക്കുന്നുണ്ടാവും. ഈ ഡൂഡ്ലിയുടെ വാലൊക്കെ അവർ ഏതോ ഒരു ഓപ്പറേഷനിലൂടെയൊക്കെ ഹോസ്പിറ്റലിൽ പോയി റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഹാഗ്രിഡ് ഇപ്പോഴും ആ സോഫയിൽ അവിടെ അങ്ങനെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഹാരിക്ക് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ വയറിലും ഇങ്ങനെ ഒരു ബലൂണ് വീർപ്പിച്ച പോലെ ഒരു സന്തോഷമായിരുന്നു ഹാരിക്ക്. കാരണം എന്തൊക്കെയോ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കണു ഹാരിയുടെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഇതല്ല ഹാരിയുടെ വീട്, ഹാരിയുടെ അച്ഛനും അമ്മയും ഫേമസ് ആയിരുന്നു, അങ്ങനെ ഒരു സ്ഥലമുണ്ട്, എല്ലാത്തിനും ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെയാണ് നമ്മുടെ ഹാരിക്ക്. ഹാരി നേരെ ഹാഗ്രിഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഹാഗ്രിഡ് എന്ന് പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറഞ്ഞ് വിളിക്കുകയാണ് ഹാരി ഹാഗ്രിഡിനെ. പക്ഷേ പെട്ടെന്ന് ഒരു മൂങ്ങ വരികയാണ്. ഒരു മൂങ്ങ വന്നിട്ട് ഈ ഹാഗ്രിഡിനെ ഇങ്ങനെ കൊത്താൻ പറഞ്ഞ പോലെ നോക്കുക. അപ്പോൾ ഹാരി ഇങ്ങനെ തട്ടിക്കളയാൻ നോക്കും മൂങ്ങിനെ. പക്ഷെ മൂങ്ങ തിരിച്ച് ഹാരീനെ ഇങ്ങനെ കൊത്താൻ വരികയാണ്. അപ്പം നമ്മുടെ ഹാഗ്രിഡ് പകുതി ഉറക്കത്തിൽ പറയാണ്, അതിന് പേയ്മെൻറ്റ് കൊടുക്കുക ഹാരി പറയും. അപ്പോൾ പേയ്മെൻറ്റോ എന്താ ചോദിക്കും. അപ്പോൾ ഹാഗ്രിഡ് പറയും, എൻ്റെ പോക്കറ്റിലുണ്ട്, അതിന് ഒരു ബ്രോൺസിലൊരു കോയിൻ ഉണ്ടാവും, ആ കോയിൻ എടുത്ത് കൊടുത്താൽ മതി പറയും. അപ്പോൾ നമ്മുടെ ഹാരി നോക്കുമ്പോൾ ഹാഗ്രിഡ് ഡ്രസ്സിൽ മുഴുവനും പോക്കറ്റുകളാണ്. ഒരു പോക്കറ്റിൽ ചാവി, മറ്റേ പോക്കറ്റിൽ വേറെ ചാവി, ഒരു പോക്കറ്റിൽ കുറേ കോയിൻസ്, അങ്ങനെ കുറച്ച് കോയിൻസ് എടുത്തിട്ട് നമ്മുടെ ഹാരി എന്ത് ചെയ്യും, ആ മൂങ്ങയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ മൂങ്ങ പറന്നു പോവുകയാണ്. അപ്പോൾ എപ്പോഴും ഹാരിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റണില്ല, ഇതൊക്കെ സത്യമാണ്. ആ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. എന്നിട്ട് ഹാഗ്രിഡ് വേഗം എണീച്ചിട്ട് പറയുകയാണ്, വാ ഹാരി, നമുക്ക് പോയിട്ട് നിൻ്റെ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അതിങ്ങോട്ട് കേൾക്കുമ്പോൾ ഹാരിക്ക് കുറച്ച് സങ്കടം വരും. ഹാരി പറയാണ്, എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല പറയും. അപ്പോൾ ഹാഗ്രിഡ് പറയും, അതിനെന്താ പേടിക്കണ്ട, നമുക്ക് ഗ്രിംഗോട്ട്സ് പോവാം. അപ്പോൾ നമ്മുടെ ഹാരി ഗ്രിംഗോട്ട്സോ അതെന്താ എന്ന രീതിയിലൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഹാഗ്രിഡ് പറയാണ്, അത് നമ്മുടെ ബാങ്കാണ്. അപ്പോൾ ഹാരി അന്തം വിട്ട് നോക്കും, ബാങ്കോ, വിസാർഡിങ് വേൾഡിൽ അല്ലെങ്കിൽ ഈ മന്ത്രവാദമൊക്കെ ചെയ്യണവർക്ക് ബാങ്കൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഹാഗ്രിഡ് പറയാണ്, അവിടെ ബാങ്കൊക്കെ ഉണ്ട്, അത് ആരാ കാവൽ നിൽക്കണമെന്ന് അറിയോ, ഗോബ്ലിൻസിൻ്റെ ബാങ്കാണത് പറയും. അപ്പം ഗോബ്ലിൻസ് പറയുമ്പോൾ ഈ കുട്ടിച്ചത്തമാരൊക്കെ നടത്തുന്ന ബാങ്കാണത്. അപ്പോൾ നമ്മുടെ ഹാഗ്രിഡ് പറയാണ്, നിനക്കറിയോ നമ്മുടെ ലോകത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഗ്രിംഗോട്ട്സ്, നീ ഒരിക്കലും അവിടെ കൊള്ളടിക്കാൻ ചിന്തിക്കരുത്, കാരണം ഒരു തരത്തിലും പറ്റില്ല, ഗോബ്ലിൻസ് അത്രയും പവർഫുൾ ആണെന്ന് പറയുക. ഹോഗ്വാർട്സും സേഫസ്റ്റ് പ്ലേസ് തന്നെയാണ്, പക്ഷേ ഗ്രിംഗോട്ട്സും അതെ ഭയങ്കര സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ നമുക്ക് പോകണു, നമ്മൾ പൈസ എടുക്കുന്നു, നോക്കുമ്പോൾ ഹാരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുള്ള പൈസ ഉണ്ടാവും. പൈസ എടുത്തതിന് ശേഷം നമുക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാം എന്ന് നമ്മുടെ ഹാഗ്രിഡ് നമ്മുടെ ഹാരിയോട് പറയുകയാണ്. ഹാരിക്ക് വീണ്ടും ഭയങ്കര സന്തോഷം. അതായത് നമ്മുടെ ഈ ഗ്രിംഗോട്ട്സ്, ഡ്രാഗനുകളൊക്കെ ഉണ്ട് ഗ്രിംഗോട്ട്സിന് കാവൽ നിൽക്കാന്നൊക്കെയാണ് നമ്മുടെ ഹാഗ്രിഡ് പറയുന്നത്. അപ്പോൾ ഹാരിക്ക് ഇതെല്ലാം പാടെ കേട്ടിട്ട് ഫുൾ എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷം, ഭയങ്കര ആകാംക്ഷ. അങ്ങനെ ഹാഗ്രിഡ് പറയുകയാണ്, ഞാൻ പറക്കാം, നമുക്ക് പറന്നു പോകാം, പക്ഷെ നീ ആരോടും പറയില്ലല്ലോ അല്ലേ ഞാനിങ്ങനെ ഹോഗ്വാർട്സിന് പുറത്ത് മാജിക് ഉപയോഗിക്കുന്ന കാര്യം. അതായത് ഇവർക്കൊരു നിയമമുണ്ട്, ഹോഗ്വാർട്സിന് പുറത്തൊന്നും ഇങ്ങനെയൊന്നും മാജിക് ഉപയോഗിക്കാൻ പാടില്ല എല്ലാവരും, അത് പ്രത്യേകിച്ച് മഗിൾസിൻ്റെ ഇടയിൽ. അപ്പോൾ ഹാരി ഹാരി പറയില്ല. ഹാരിക്ക് ഇനി മാജിക് കാണാൻ ഹാരി ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹാരിയും കൂടി പറന്നു പോവുകയാണ്. പറന്നു പോകുമ്പോൾ നമ്മുടെ ഹാരിക്കൊരു 100,000 ചോദ്യങ്ങളാണ്. ഇതെങ്ങനെ, ഇതെന്താ, അതെന്താ. ഹാഗ്രിഡ് അതിനൊക്കെ ഭയങ്കര രസത്തിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹാഗ്രിഡ് എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു ലോകത്തേക്ക് എത്തുകയാണ്. ഹാരി ആദ്യമായിട്ട്, ലണ്ടനിലാണ് കേട്ടോ അത്, ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ലോകത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഹാരിയെ കാണുമ്പോൾ, ഓ ഹാരി പോട്ടർ, വാട്ട് ആൻ ഓണർ ടു മീറ്റ് യു, നിങ്ങളെ കണ്ടത് ഞാൻ ഭയങ്കര സന്തോഷിക്കുന്നു, അവസാനം ഞാൻ ഹാരി പോട്ടറെ കണ്ടു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹാരി ഭയങ്കര അന്തം വിട്ട് പോവുകയാണ്. കാരണം മഗിൾസിൻ്റെ ഇടയിൽ ഹാരിനെ ആരും മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല, എല്ലാവരും ഹാരിനെ അവഗണിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും, അതും ഹാരിക്ക് അറിയാത്തവരൊക്കെ ഹാരിയെ നോക്കി ചിരിക്കുക, ഹാരിയുടെ കൈ പിടിക്കുക, ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് തരട്ടെ, ഹാരിനെ ഒരു സെലിബ്രിറ്റിനെ പോലെ ട്രീറ്റ് ചെയ്യുക. ഹാരിക്ക് അറിയാം ആ യൂനോഹു അല്ലെങ്കിൽ വോൾഡ്മോർട്ടിൻ്റെ ആ ഒരു സംഭവം കാരണമാണ് എന്നൊക്കെ ഹാരിക്ക് അറിയാം. പക്ഷേ ഹാരിക്ക് ആ സംഭവം നടന്ന കാര്യം ഓർമ്മയില്ല. ഇവരെല്ലാവരും ഹാരിയെ ഭയങ്കര സ്പെഷ്യലായിട്ട് കരുതുന്നു. അവസാനം ഹാരിനെയും ഹാഗ്രിഡും എന്ത് ചെയ്യാണ്, ഇവർക്ക് വാൻഡ് മേടിക്കാൻ പോവുകയാണ്. അതായത് ഈ മാന്ത്രിക വടി ഉണ്ടല്ലോ, ഹാരിനെ ആ ഒരു വാൻഡ് മേടിക്കാൻ കൊണ്ടുപോവുകയാണ്. ഹാരി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഹാരിക്ക് ഈ വാൻഡ് മേടിക്കാനായിരുന്നു, ഈ മാന്ത്രിക വടി. ഹാരി അത് എവിടേക്കോ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഹാരി ഒരു വിസാർഡാണ്, ഹാരി ഒരു വാൻഡ് മേടിക്കാൻ പോവുക, ഇതൊക്കെ ഹാരിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ വാൻഡ് മേടിക്കാൻ പോകുന്ന സമയത്തും എല്ലാവരും ഹാരിനെ കാണുമ്പോൾ, നീ ജെയിംസിനെ പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ, അച്ഛനെ പോലെ തന്നെ ഉണ്ട് കാണാൻ, പക്ഷെ നിനക്ക് നിൻ്റെ അമ്മയുടെ കണ്ണുകളാണ് കേട്ടോ. ഇതന്നെയാണ് ഒരുപാട് പേർക്ക് ഹാരിയെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും ഹാരിനെ ഭയങ്കര സെലിബ്രിറ്റി പോലെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഹാരി അവസാനം ഹാഗ്രിഡിനോട് പറയുകയാണ്, എല്ലാവരും എന്നെ ഭയങ്കര സ്പെഷ്യലായിട്ട് കാണുന്നു, പക്ഷേ എനിക്കറിയില്ല എനിക്ക് ഇവരുടെ എക്സ്പെക്റ്റേഷൻസിലൊക്കെ എത്താൻ പറ്റുമെന്ന്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോഗ്വാർട്സ് എന്താണെന്നറിയില്ല, ഈ ലോകം എന്താണെന്നറിയില്ല, ഒന്നും എനിക്കറിയില്ല.
സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാ ഫേമസ് ആയതെന്ന് പോലും എനിക്കറിയില്ല. ആ ഒരു രാത്രിയെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ഈ ആ മറ്റേ ആൾ വന്ന് എൻ്റെ അച്ഛനും അമ്മയും കൊന്നതോ എന്നെ കൊല്ലാൻ നോക്കിയതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം ഹാരി എന്ത് ചെയ്യാണ്, ഹാഗ്രിഡിനോട് പറയുകയാണ്. നമ്മുടെ ഹാഗ്രിഡ് പറയും, നീ ഒരു തരത്തിലും പേടിക്കണ്ട, എല്ലാവരും ബിഗിനേഴ്സാണ്, എല്ലാവരും തുടക്കത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഹാരിയോട് പറയുകയാണ്. ഞാൻ നിനക്ക് സമ്മാനമൊന്നും മേടിച്ചെന്നില്ലല്ലോ പിറന്നാളായിട്ട്, നമുക്കൊരു സമ്മാനം മേടിച്ചാലോ നമ്മുടെ ഹാഗ്രിഡ് പറയുകയാണ് ഹാരിയോട്. ഇത് കേട്ടപ്പോൾ ഹാരിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമോ സങ്കടമോ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. കാരണം ഇന്നേ വരെ ഹാരിക്ക് ആരും ബർത്ത്ഡേ പ്രസൻറ്റ് മേടിച്ചു കൊടുത്തിട്ടില്ല. ഇന്നേ വരെ ഹാരിയുടെ ബർത്ത്ഡേക്ക് ആരും വിഷ് പോലും ചെയ്തിട്ടില്ല. ഹാരിനെ ആദ്യമായിട്ട് വിഷ് ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന ഹാഗ്രിഡാണ്. അങ്ങനെ ഹാഗ്രിഡ് പറയാണ്, ഞാൻ നിനക്ക് ഒരു ഔളിനെ മേടിച്ചുതരാം, അതായത് മൂങ്ങനെ മേടിച്ചുതരാം. അതായത് ഇവരുടെ ഈ ഒരു ലോകത്ത് മൂങ്ങകളെ ഉപയോഗിക്കുന്നത് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ്. നമ്മൾ ഈ പണ്ട് ഈ രാജാക്കന്മാർ ഈ പ്രാവുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇവരെ ഉപയോഗിക്കുന്നത് മൂങ്ങകളെയാണ്. ഈ മൂങ്ങകളെ വെച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹാഗ്രിഡ് പറയുകയാണ്, ഞാൻ നിനക്കൊരു മൂങ്ങനെ വാങ്ങിത്തരാം. പണ്ടൊക്കെ ഈ തവളകളൊക്കെ ആയിരുന്നു, പക്ഷേ തവളൊക്കെ ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കുകയാണ്. പിന്നെ പൂച്ചകളെയും ചിലർ ഉപയോഗിക്കും, പക്ഷേ പൂച്ചകളെ എനിക്കിഷ്ടമല്ല, എനിക്കത് തുമ്മാൻ വരും പൂച്ചകളെ. അപ്പോൾ ഞാൻ നിനക്കൊരു മൂങ്ങനെ മേടിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാഗ്രിഡ് എന്ത് ചെയ്യാണ്, ഒരു വെള്ള മൂങ്ങ, നല്ല സ്നോ പോലെ ഒരു വിളവളാന്നിരിക്കുന്ന ഒരു മൂങ്ങ, ഒരു ഹെഡ്വിഗ് എന്നാണ് ആ മൂങ്ങയുടെ പേര്. ഈ ഒരു മൂങ്ങേനെ നമ്മുടെ ഹാരിക്ക് മേടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ ഹാരിക്ക് യൂണിഫോമും ഹാരിയുടെ എല്ലാ പുസ്തകങ്ങളും മേടിച്ചു കൊടുത്തതിന് ശേഷം ഹാരിനെ തിരിച്ച് ആ ഒരു ഡെസ്ലീസിൻ്റെ വീട്ടിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാണ്, ഹാഗ്രിഡ് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതിൽ പറഞ്ഞിരിക്കണ പോലെ ഇന്ന സമയം ഇന്ന ദിവസത്തേക്ക് വായോട്ടോ ഹോഗ്വാർട്സിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആ അഡ്രസ്സും എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ എഴുതിയിട്ട് ഹാഗ്രിഡ് പോവുകയാണ്. അപ്പോൾ ഹാഗ്രിഡ് പോകുന്നത് വരെ നമ്മുടെ ഹാരി ഹാഗ്രിഡിനെ തന്നെ നോക്കി നിൽക്കും, ഹാഗ്രിഡ് മറയണത് വരെ. അപ്പോൾ നമ്മുടെ ഹാരിയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്, ഇവിടുന്ന് പോവുകയാണ്, ഒരു ലോകമുണ്ട്, ഇനി നമ്മുടെ ഹാരി ആ ഒരു ലോകത്തേക്ക് പോണതാണ്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.